റോഡും പാലൊക്കെ ഉദ്ഘാടനം അങ്ങോട്ട് ചെയ്ത് പോയാൽ പിന്നെ മന്ത്രിമാർ ആ വഴിക്ക് തിരിഞ്ഞു നോക്കൂലാന്ന് ഒരു പരാതി പറച്ചിലുണ്ട്. പക്ഷേ ഇപ്പോൾ മന്ത്രി അല്ലെങ്കിലും മന്ത്രി ആയിരുന്ന കാലത്ത് പണിത റോഡുകളൊക്കെ പരിശോധിക്കാൻ ഇറങ്ങിക്കാണ് ജി സുധാകരൻ. അല്ല, എന്താ ഇപ്പോൾ ഒരു മിന്നൽ പരിശോധന? പെട്ടെന്നല്ലോ, നേരത്തെ തന്നെ വരാൻ ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇന്നൊരു ഫുൾ ഡേ ഉണ്ട്. അപ്പോൾ ഒരു പ്രോഗ്രാം ഇട്ടു, പിന്നെ സെക്യൂരിറ്റി ഓഫീസർ അന്വേഷണം വിളിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. മന്ത്രിപ്പണി ഇപ്പം അല്ലാന്ന് മൂപ്പര് അറിഞ്ഞിട്ടില്ലേ? ആ പഴയ ഓർമ്മയിൽ പോവുകയാണോ? 10-40 കൊല്ലം ഈ മധ്യ തിരുവിതാംകൂറുള്ള റേഞ്ചുകൾ മുഴുവൻ അടക്കി പിടിച്ചിട്ടും മതി തീർന്നില്ലേ ഇപ്പച്ചൻ? ഇനി അതങ്ങ് മതിയാക്കണം. ഇവർക്ക് ഒരു അവസരം കിട്ടട്ടെ. ഈ സഭയുടെ തന്നെ കുഞ്ഞാടുകളിലേ വരും. ഈ വകുപ്പിന്റെ മന്ത്രി ഇപ്പോ മുഹമ്മദ് റിയാസാണ്. മൂപ്പര് പറഞ്ഞ് ഏൽപ്പിച്ചതാണോ അതോ? നാട്ടുകാർ കുറെ കാലമായി വിളിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല. നിങ്ങളൊക്കെ എങ്ങനെ വന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ സംഗതി എങ്ങനെയോ ലീക്കായി. ആരോ ചോർത്തി തന്നോ എന്റെ കൂട്ടത്തിൽ അധികം പേരില്ല. ഒന്ന് മര്യാദക്ക് ഒരു കാര്യം ചോർത്തി കൊടുക്കാൻ പോലും ആ പാവത്തിന്റെ കൂടെ ആളില്ലത്രേ. ഈ റോഡ് നാട്ടുകാരുടെ ശ്രമദാനം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് നമ്മൾ കാണിക്കുകയില്ല. പക്ഷെ രണ്ടു വശങ്ങളിലും വീതി വർദ്ധിപ്പിക്കേണ്ടി വരും. തോൽപ്പിക്കണം, അത്രേ ഉള്ളൂ ഏട്ടന്. സംഗതി റോഡും പാലവും കൊണ്ടുപോയി വെറും വാഹനങ്ങൾ കടന്നു പോലും മാത്രമല്ലത്രേ, വേറെയും ചില ഉപകാരമൊക്കെ കിട്ടിക്കുന്നത്രേ. രണ്ടാമത് ഗവൺമെന്റ് വരാൻ കാരണം രേഖയുണ്ടല്ലോ, CPM-ന്റെ. എന്ത് രേഖ? അടക്കമാണെന്ന് പാർട്ടി രേഖയുണ്ടല്ലോ. വികസനമാണ് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്തെ അടിസ്ഥാന വികസനങ്ങളാണ്, പിന്നെ ക്ഷേമപ്രവർത്തനം. അതായത് രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിൽ വരാൻ കാരണം ഇങ്ങനെ ജി സുധാകരൻ കുറച്ച് റോഡുകളൊക്കെ പണിയെടുത്തതുകൊണ്ടാണ് എന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അവിടെ നീ കാണുന്നതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാ. ഇന്റെ ചോര നീരുമായി കാണുന്നതൊക്കെ ആ അഹങ്കാരണ്ട്, സത്യ. ഇനി മൂന്നാമത് വരികയാണെങ്കിൽ അതിനും കൂടെ ഉള്ള പണി മൂപ്പര് എടുത്തിട്ടുണ്ട്. അടുത്ത ഗവൺമെന്റ് കൂടി കാണും, കുറെ എണ്ണം അടുത്ത ഗവൺമെന്റ് കൂടി വരും. വോട്ട് പിടിക്കാനുള്ള സർക്കാരിന്റെ തന്ത്രല്ലേ ഈ റോഡും ഡിസ്പെൻസറും ഒക്കെ. പക്ഷെ അപ്പൊ നമ്മളെ റിയാസ് മന്ത്രി ക്രെഡിറ്റ് ചോദിച്ചു വരുമോ? നിങ്ങൾ രണ്ടാളും കൂടെ ഒരു തീരുമാനത്തിൽ എത്തണം കേട്ടോ. ഇതെന്റെ ടയറാ, ഇതെന്റെ ടയറാണ്. മൂന്നാം പിണറായി സർക്കാർ വരുന്നൊരു കരക്കമ്പി ഇങ്ങനെ കേട്ടപ്പോ അങ്ങനെ വരികയാണെങ്കിൽ അതിന് കാരണം ജി സുധാകരന് പണി തുടങ്ങി വെച്ച ഈ റോഡുകളൊക്കെയാണ് എന്ന് ജി സുധാകരൻ പറഞ്ഞാൽ ഇപ്പോഴത്തെ മന്ത്രിയും പാർട്ടിയും എന്ത് പറയുന്നു കാത്തിരുന്ന് കാണാം.